നമസ്കാരം. ക്രൈമിൽ നിന്നും പുതിയൊരു ചാനൽ തുടങ്ങുകയാണ്. ടി വിത്ത് TPN എന്ന പേരിൽ ആണ് ഈ ചാനൽ ആരംഭിക്കുന്നത്. ഈ ചാനലിൽ വരുന്നത് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാർ, സിനിമാ പ്രവർത്തകർ, സാംസ്കാരിക നായകന്മാർ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതുപോലുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയോ പോരാട്ടം നടത്തുകയോ അതേപോലെയുള്ള സംഭവങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന ആളുകളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ടി വിത്ത് TPN എന്ന് പറഞ്ഞ TP നന്ദകുമാർ എന്നതിൻ്റെ ഫുൾ ചെറിയ ഫോമാണ് TPN എന്ന് കൊടുക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആരേത് കൊടുക്കണം, ഇതിൻ്റെ ഉദ്ഘാടനം ആരെക്കൊണ്ട് കഴിപ്പിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വന്നത് പല ആളുകളുടെയും പേര് വന്നെങ്കിലും ഞങ്ങൾ തിരഞ്ഞെടുത്തത് PC ജോർജിൻ്റേതാണ്. PC ജോർജിൻ്റെ പേര് തിരഞ്ഞെടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഒരു കാരണമല്ല, 3 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം അവസാനമായി ക്രൈമിൻ്റെ ഓഫീസിൽ വന്ന് 2022 കാലഘട്ടത്തിൽ ഇൻ്റർവ്യൂ തന്നിരുന്നു. ആ ഇൻ്റർവ്യൂ തന്ന് ഒരു ദിവസം മുഴുവൻ ക്രൈമിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് 4-5 മണിക്കൂറോളം നേരമാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തത്. അതെല്ലാം ഞാൻ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൻ്റെ, മില്യൺസ് ഓഫ് വ്യൂവേഴ്സാണ് അതിനുണ്ടായിട്ടുള്ളത്, ഫേസ്ബുക്കിലും അതേപോലെ യൂട്യൂബിലുമെല്ലാം. എന്നാൽ പിന്നീട് ഈ എൻ്റെ ഓഫീസിൽ വന്നു എന്ന് ഇൻ്റർവ്യൂ തന്നു എന്നതിൻ്റെ പേരിൽ മാത്രം PC ജോർജും ഞാനും സ്വപ്നയും ചേർന്ന് ഗൂഢാലോചന നടത്തി. എൻ്റെ ഓഫീസിൽ സ്വപ്ന വന്നിരുന്നു, അതേപോലെ PC ജോർജും വന്നിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഗൂഢാലോചന നടത്തി പിണറായി വിജയനെ അതിനെതിരെ കള്ള തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ എടുക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും എന്നെ ചോദ്യം ചെയ്യുകയും സ്വപ്നയെ ചോദ്യം ചെയ്യുകയും അത് കള്ളക്കേസാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു. കലാപാഹ്വാനം എന്നുള്ള രൂപത്തിൽ 153 വകുപ്പ് വെച്ചിട്ടാണ് ഒരു തരത്തിലും നിലനിൽക്കാത്ത ഈ കേസ് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം P ശശിയും അജിത് കുമാർ എന്ന ADGPയും ഉണ്ടാക്കിയെടുത്തത്, ഫാബ്രിക്കേറ്റ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെയുള്ള PC ജോർജ് എൻ്റെ ഓഫീസിൽ വന്നാൽ എന്താണ് സംഭവിക്കുക? എൻ്റെ ഓഫീസിൽ വന്നത് എന്തെങ്കിലും അവിടെ ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ടില്ല. അദ്ദേഹവുമായി നടത്തുന്ന ഇൻ്റർവ്യൂ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരുമായി നടത്തുന്ന ഇൻ്റർവ്യൂ പോലെ അദ്ദേഹത്തിനുമായി നടത്തുന്ന ഇൻ്റർവ്യൂ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നു എന്നല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പിണറായി വിജയനെ പച്ചയ്ക്ക് തെറി പറയുന്ന ഒരാളാണ്. അത് പിണറായി വിജയൻ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ ഒരു കാരണം ഞങ്ങൾ PC ജോർജിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, അദ്ദേഹം ക്രൈമിൻ്റെ ഓഫീസ് കത്തിയപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ റിപ്പോർട്ടറായ സിന്ധു PC ജോർജിനെ ചെന്ന് കാണുകയും PC ജോർജ് നേരിട്ട് അന്നത്തെ ചീഫ് മിനിസ്റ്ററായ ഉമ്മൻചാണ്ടിയോട് കാര്യങ്ങൾ പറയും, ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കോഴിക്കോട് ഏരിയ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇപ്പോഴത്തെ മരുമകനായ റിയാസിനെ അറസ്റ്റ് ചെയ്യുകയും 25 ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നത്. 25 ദിവസം ജയിലിൽ കിടക്കാൻ ശേഷം ജാമ്യം നൽകിയത് ഹൈക്കോടതിയായിരുന്നു. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയാനുള്ളത്, ലാവ്ലിൻ കേസിൽ ഇങ്ങനെ ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ച ശേഷം എല്ലാം നശിച്ച ഒരു ഘട്ടത്തിൽ എനിക്ക് രേഖകൾ വീണ്ടും കിട്ടേണ്ടതുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലാണ് VS അച്യുതാനന്ദനാണ് കൊടുത്തയച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. PC ജോർജ് എന്നെ വിളിച്ച് രേഖകളെല്ലാം ഞാൻ എത്തിച്ചു തരാം, നമുക്ക് CBI എൻക്വയറി കൊടുക്കാൻ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നത്. മാത്രമല്ല സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപ അദ്ദേഹം നൽകുകയുണ്ടായി, കേസ് യാത്രയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. ഇതുവരെ അദ്ദേഹം തിരിച്ചു ചോദിച്ചാൽ എനിക്ക് കൊടുക്കാനും പറ്റിയിട്ടില്ല. അതൊരു ബാധ്യതയായി നിൽക്കുന്നുണ്ട്. ഞാൻ ഇടയിൽ ഒരു സമയത്ത് പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നന്ദകുമാർ നടത്തിയ ധീരമായ പോരാട്ടത്തിനുള്ള എന്നെക്കൊണ്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് ചെയ്ത്, അതിനെക്കാട് എത്രയോ പണം നന്ദകുമാറിന് ചിലവായി കഴിഞ്ഞു. അപ്പോൾ ഈ സന്ദർഭത്തിൽ അത് ചെയ്തതിനെ വേറെ തരത്തിൽ പൈസ മടക്കി തരുമെന്ന് പറഞ്ഞ് എന്നെ മോശക്കാരനാക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അർത്ഥത്തിൽ PC ജോർജ് തന്നെയാണ് ഈ പുതിയ ഈ ചാനൽ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും പറ്റിയ ആൾ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. എന്നാൽ ഞാൻ ആദ്യം ഇൻ്റർവ്യൂ കൊടുത്തത് ഇപ്പോൾ ഷോൺ ജോർജിൻ്റെയാണ്. ഷോൺ ജോർജ് PC ജോർജിൻ്റെ മകനാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയുള്ള നീക്കങ്ങൾ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കേസുകളേക്കാളും കവച്ച് വെക്കുന്നതാണ്. കാരണം പിണറായി വിജയനെയും മകളെയും കുടുംബത്തെയും കൃത്യമായി പറഞ്ഞാൽ അവർ ചെയ്തുള്ള തെളിവുകൾ സഹിതം കോടതിയിലെത്തിക്കുകയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിടിപ്പിക്കുകയും അതുവഴി
പിണറായി വിജയൻ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സകല സാമ്രാജ്യങ്ങളും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെയും അതേപോലെ ഈ പറയുന്ന വീണ വിജയനെതിരെയും ശക്തമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു ബലപ്രാപ്തിയിലേക്ക് എത്താൻ എല്ലാ സാധ്യതയുമുണ്ട്. അതിൽ പിണറായി വിജയനും മകളും കുടുങ്ങും എന്ന് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ വാർത്താ പ്രാധാന്യമുള്ള ഒരാളായി മാറിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നത്. അത് ഗൾഫിന് എണ്ണ എന്താണോ അതാണ് കേരളത്തിൻ്റെ കരിമണൽ. കേരളത്തിലെ കരിമണലും ടൂറിസം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരു മെട്രിക് ടൺ സാധനത്തിന് 12,000 രൂപ വിലയുണ്ട്. 264 12,000 കുറച്ചാൽ 11,736 രൂപ ഒറ്റ മെട്രിക് ടണ്ണിൽ ഇവന്മാരടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് ഒരു കാരണവശാലും SFIയുടെ അന്വേഷണത്തിൽ തടസ്സപ്പെടാൻ പാടില്ല. SFIയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ്. SFI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. ഒരു കാരണവശാലും അന്വേഷണം തടസ്സപ്പെടുത്താൻ പാടില്ല. ആ ഓർഡറിൽ എടുത്തു പറയുന്നുണ്ട് എക്സൈലോജി കമ്പനി പ്രത്യേകിച്ച് സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന്. ഇറ്റ്സ് റിലേറ്റഡ് ടു എ പ്രൊമിനൻറ്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി. പ്രൊമിനൻറ്റ് പേഴ്സൺ റിലേറ്റഡ് ടു എക്സൈലോജി കമ്പനി പിണറായി വിജയൻ അല്ലാതെ മറ്റാരുമില്ല. അവർക്ക് വേണ്ടത് അവരാവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സാണ്. അത് മുഴുവൻ ഫർണിഷ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, പിന്നെ അറസ്റ്റ്. ആ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ഇതോടൊപ്പമുണ്ട്. എൻ്റെ പ്രിയ പ്രേക്ഷകർ ആ ലിങ്കിൽ പോയി, അതായത് കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റിൽ ഞങ്ങൾ ആ ലിങ്ക് ചേർത്തിട്ടുണ്ട്. ആ ലിങ്ക് അമർത്തിക്കഴിഞ്ഞാൽ ടി വിത്ത് TPNലെ ആദ്യത്തെ വീഡിയോ കിട്ടും. ആ വീഡിയോ കണ്ട് ടി വിത്ത് TPNൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ ഓരോരുത്തരെയും പ്രതികരണങ്ങൾ ചേർക്കണം. അത് കൃത്യമായി നിരന്തരം കാണണം. കാരണം ദിവസേന പ്രമുഖരായ ആളുകളുടെ ഉള്ള ഇൻ്റർവ്യൂ ഉണ്ടാകും. ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾക്കനുസരിച്ച് അതാത് സമയത്ത് പ്രാധാന്യമുള്ള ആളുകളെ ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇനി സജീവമായിട്ടുള്ള ജനങ്ങളുടെ ഇത്തരം ആളുകളുടെ പ്രതികരണം അപ്പോൾ ടി വിത്ത് TPNൽ കാണാം. അതായത് TP നന്ദകുമാറോടൊപ്പം ചായ കഴിച്ച് സംവാദത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ക്രൈമിൻ്റെ പ്രേക്ഷകർ ഓരോരുത്തരും ഈ ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.